വയനാട് നെല്ലിയമ്പത്ത് ഇറങ്ങിയ കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം തുടങ്ങി. വനംവകുപ്പ് സംഘം ആനകളെ ട്രാക്ക് ചെയ്തിരുന്നു. 3 ആനകളാണ് പ്രദേശത്തുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, വനംവകുപ്പ് നേരത്തെ തന്നെ ആനകളെ തിരികെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ പടക്കം പൊട്ടിച്ചുമൊക്കെ അത് ചെയ്തിരുന്നു. പക്ഷേ ആ തരത്തിലേക്കത് ഫലപ്രദമായില്ല എന്നതാണോ ആ ദൗത്യം? അനുജ, വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അതായത് റേഞ്ച് ഓഫീസർ രാജീവ് മുതൽ ബീറ്റ് ഓഫീസർമാർ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ, വാച്ചർമാർ വരെയുള്ളവർ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം മണൽ വയൽ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഈ അല്പസമയം മുമ്പ് ആനകൾ കടന്നുപോയ മേഖല ഇതാണ്. ഇവിടെ നിന്ന് നേരെ ഒരു തോട്ടത്തിലേക്കാണ് ഈ ആനകൾ കടന്നു പോയിരിക്കുന്നത്. എന്തായാലും ആനകളെ തുരത്താനുള്ള ആ ഒരു ദൗത്യം തുടരുകയാണ്. തൊട്ടപ്പുറത്ത് താഴെ പുഞ്ചവയൽ, മണൽ വയൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, പാതിരിയമ്പം പ്രദേശമുണ്ട്. ആ പാതിരിയമ്പം പ്രദേശം, ആ വഴിയാണ് ഈ ആനയെ ഓടിച്ച് കൊണ്ടുവന്നത്. അത് പടക്കവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആണ് ആനകളെ ഓടിച്ചു കൊണ്ടുവന്നത്. അതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ, റോഡ് മുറിച്ചു കിടക്കുന്ന ആ ദൃശ്യം രാവിലെ മുതൽ തന്നെ ഉണ്ട്. അല്പസമയം മുമ്പാണ് ആനകളെ ഇവിടുത്തെ റോഡ്, അതായത് പ്രധാനപ്പെട്ട നടവയൽ മീനങ്ങാടിയിലേക്കെല്ലാം പോകുന്ന ആ റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ആനകളെ ഇപ്പോൾ ഇവിടുത്തെ ഒരു തോട്ട മേഖലയിലേക്ക് തുരത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ള ഈ ആളുകളൊക്കെ ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ്, കർഷകരായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ നിരന്തരം അനുഭവിക്കുന്നതാണ്. എത്രത്തോളം പ്രശ്നമുണ്ട് നിങ്ങളെ സംബന്ധിച്ച്? ഇവിടെ 7:30 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആന വന്നിട്ടുണ്ട്. മാവിൻ്റെ അടുത്ത് തൊട്ട് 7:30 മണിക്ക് ശല്യം തന്നെയാണ്. ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരു വാഹനം വരെ കിട്ടില്ല. ഒരു അസുഖം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി വരില്ല. ഇവിടെ നിന്ന് അനുഭവിക്കല്ലോ, ഒരു നിർവാഹമില്ല. സ്ഥിരമുള്ള പരിപാടി അതിനകത്ത് 6-6:30 ആകുമ്പോക്ക് ആനക്കര പുഴക്കരക്ക് പോകും. ഞങ്ങളെല്ലാം അത്യാവശ്യം സാധനം മേടിക്കുന്ന ഒരു കടയുണ്ട്, അവിടേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോ ഈ ചക്ക മാങ്ങ സീസൺ ആയ കാരണം ഈ പ്രാവശ്യം വേനൽ അങ്ങനത്തെ ഒരു കണക്കൊന്നുണ്ടല്ലോ. ഫുള്ളായിട്ട് ഈ വർഷം കണ്ടമാനം കൂടിയിരിക്കുക. ഒരു മാർഗമില്ല. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈൻ ഇപ്പൊ രണ്ടാമത് അവർ ഇത്രയും നീളം കുഴിതാത്തിയിട്ട് അതിപ്പോ അവര് പറഞ്ഞത് പിന്നെ എന്തോ ഫെൻസിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഫെൻസിങ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഫെൻസിങ് വന്നിരുന്നിട്ട് കാര്യമില്ല. ഫെൻസിങ് വരുന്നതിന് മുമ്പ് ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അത്രയും പേടിയുണ്ട്. എന്തായാലും ആളുകളൊക്കെ അവിടുന്ന് വരുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ്. ആ ഭാഗത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകളാണ്. ആ മേഖലയിൽ, ആ പ്രദേശത്തേക്കാണ് ആന പോയിട്ടുള്ളത്. എന്തായാലും ആനകളെ 3 ആനകളെയാണ് ഒരുമിച്ച് തുരത്തിയിരിക്കുന്നത്. അപ്പോൾ മൊത്തം 5 ആനകൾ ഉണ്ടായിരുന്നു. 5 ആനകൾ 2 ഇന്നലെ തന്നെ കാട് കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്തായാലും ഈ ആളുകൾ, ഇവരൊക്കെ ജോലി കഴിഞ്ഞെത്തുന്ന ആളുകളാണ്. അവിടെ ആന എന്താണ് അവസ്ഥ? ഞങ്ങളൊക്കെ പേടിച്ച് വരച്ചാണ് ഇങ്ങോട്ട് ഓടി പോകുന്നത്. പഠിച്ചപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് തൊഴിലുറപ്പിന് പോയതാ. ഇനിയിപ്പോൾ നേരെ വേഗം വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് തൊഴിലുറപ്പിന് ഒപ്പിടേണ്ടതാണ്. അപ്പൊ ഇപ്പൊ അതിലെ ആന ഇറങ്ങി പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഒപ്പിടാണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇത്ര നേരം നിന്നില്ലേ. ശരി, അപ്പൊ ആന പോയിട്ടില്ല. പിന്നെ ആന അവിടെ ഉണ്ട്, പേടിച്ച് കുറച്ച് വരുന്ന രീതിയിലാണ് പ്രദേശവാസികൾ. നെല്ലിയമ്പത്താണ് കാട്ടാനകൾ ഇറങ്ങിയത്. അത് തുരത്താനുള്ള ദൗത്യം പുരോഗമിക്കുക.